ഹായ് ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഞങ്ങളും ദേ ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? അപ്പോൾ ദേ ഇന്ന് രാവിലത്തെ കാര്യങ്ങളല്ല ഞാൻ കാണിക്കുന്നത് കേട്ടോ. രാവിലെ കഴിഞ്ഞു ഏകദേശം ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒരു 2 മണിക്ക് ശേഷം ഉള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ പെയ്യുന്നില്ല, വെയിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനും അപ്പൂസും കൂടെ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ എന്നിട്ട് ഈ സൈഡിലുള്ള കുറച്ച് പുല്ലുകളും കാര്യങ്ങളൊക്കെ പറിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ ചെടിയുടെ ഇടയിലൊക്കെ കുറേ പുല്ലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ കൂട്ടത്തിൽ അപ്പൂസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൂസിന് ചെറിയ പനിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അംഗനവാടിയിൽ പോയിട്ടില്ല. അപ്പോൾ അവനും ഉണ്ട് എൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദേ ഇവിടെയുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചു കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മൾ വെണ്ടയ്ക്കയും അതുപോലെ പയറും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കും. അതിന് ശേഷമാണ് നമ്മൾ എടുത്ത് വെക്കണേ കേട്ടോ. പിന്നെ അതേ കുറച്ച് തുണികളൊക്കെ മടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ അവരിവിടെ ഇല്ല കേട്ടോ. അവർ എൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്, ഏട്ടനും അതുപോലെ മനു അപ്പൂസും കൂടെ കേട്ടോ. അപ്പോൾ മനു വൈകുന്നേരം വന്നു, 4:30 ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ അവനെയും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അലക്കാനും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അലക്കിയിട്ടു. പിന്നെ അതുപോലെ തന്നെ ഇവിടേക്ക് കിണറിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കേൾക്കുന്നത് കേട്ടോ. കിണറിൻ്റെ അളവെടുക്കാൻ, അതുപോലെ വെള്ളം മലിനമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, കിണറിൻ്റെ ആഴം, അതുപോലെ കിണറിൽ ഏത് മണ്ണാണോ കല്ലാണോ ചെളിയാണോ അടിഭാഗത്തുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു 2 ടീമല്ല 2 പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ വിടുന്നതാണ്. കിണർ ശുദ്ധജലം കിട്ടുന്നുണ്ടോ, പിന്നെ കിണറിൻ്റെ ആഴമൊക്കെ അളക്കുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ എന്താണെന്നറിയില്ല. ഞാനിവിടെ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ വന്ന് സർവേ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ചോദിച്ചു. പിന്നെ അതുപോലെ തന്നെ കിണറിൽ ടാപ്പ് ഇട്ടിട്ട് അതിലെത്ര അളവ് വെള്ളം ഉണ്ടെന്ന് നോക്കുക. അങ്ങനെ എത്ര വെള്ളം ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവരൊക്കെ പോയതിന് ശേഷമാണ് ഞാനിവിടെ അലക്കൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 2-3 ദിവസമായിട്ട് വൈകുന്നേരമാണ് അലക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ മനു വന്നതിന് ശേഷം അവർ പോയി. പിന്നെ ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ഉണങ്ങിയതൊക്കെ എടുത്തോണം, അതൊക്കെ വേഗം ഒന്ന് മടക്കി വെച്ചു. പിന്നെ അതുപോലെ ഇതൊക്കെ അവിടെ വാരി വലിച്ചിടുന്ന പരിപാടിയാണ് കേട്ടോ. ഒന്ന് തിരഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കണക്കാണ് കേട്ടോ. 3 പേരും അങ്ങനെ തന്നെയാണ്. ഒന്നെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ അവിടെ വലിച്ചു വാരിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അവർ വലിച്ചു വാരിയിടലൊക്കെ കഴിയട്ടെ, എന്നിട്ട് വേണം നന്നാക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് നന്നാക്കി വെച്ചു കേട്ടോ. പിന്നെ അടിച്ചു വാരാൻ വൈകുന്നേരം ആയില്ല, അപ്പം അങ്ങനെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു 4:45 മനു 4:30 വന്നു. അങ്ങനെ 5 മണിയൊക്കെ ആയപ്പോഴേക്കും മനു കുളിയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ അടിച്ചു വരാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വേഗം ഇതൊക്കെ ഒന്ന് അടിച്ചും കൂടെ ഒന്ന് വാരട്ടെ. അങ്ങനെ നമ്മൾ അടിച്ചു വാരലും കൂടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതേ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മഴക്കോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഉച്ചയായപ്പോൾ തുടങ്ങിയതാണ്, പക്ഷെ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് അരച്ച് വെക്കാനുണ്ടായിരുന്നു മാവ് കേട്ടോ. അപ്പോൾ അതിൽ ചാക്കരിയും പച്ചരിയും അതുപോലെ ഉലുവയും ഉഴുന്നും കൂടെ ഇട്ടിട്ട് ദോശയ്ക്കുള്ളതാണ് കേട്ടോ. അങ്ങനെ ദോശയ്ക്കുള്ളതൊക്കെ ഒന്ന് അരച്ചെടുക്കാനുണ്ടായിരുന്നു. പിന്നെ അധികം നമ്മൾ കാത്തു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 6 മണിയുടെ മുന്നേ അരച്ച് വെക്കും കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇനി എന്തുണ്ടെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുള്ളൂ, കറണ്ട് എങ്ങാനും പോയാൽ പണി പാടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം അതൊക്കെ ഒന്ന് അരച്ച് വെച്ചു. പിന്നെ അതേ ഞാൻ വെണ്ടയ്ക്ക കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൽ പയറൊക്കെ ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ അതുപോലെ ഇതേ കുറച്ച് വെണ്ടയ്ക്ക ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെണ്ടയ്ക്ക് പൊതുവേ ഇവിടെ ഉപ്പേരി ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാം, പിന്നെ ബാക്കി കറിക്ക് എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ വെണ്ടയ്ക്കയിൽ കുറച്ച്
മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടില്ല, പകരം മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മീറ്റ് മസാല ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാനുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാനുണ്ട്. ഇതിൽ വെള്ളം ചേർക്കണില്ല, അല്ലാതെ തന്നെയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം പോയിട്ട് നമ്മൾ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പിന്നെ വേഗം പോയിട്ട് ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അതിന് ശേഷം പിന്നെ വേഗം പോയിട്ട് മേലൊക്കെ ഒന്ന് കഴുകി വന്നു. പിന്നെ വിളക്ക് കാണിക്കാനായിട്ട് സാധാരണ വൈകുന്നേരത്ത് മനുവാണ് വിളക്ക് കാണിക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ അവൻ വീട്ടിൽ പോയതുകൊണ്ട് തന്നെ വിളക്ക് കാണിക്കുന്ന ടൈമിൽ അവൻ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് മേല് കഴുകി വന്നതാണ്. അങ്ങനെ മേല് കഴുകി വേഗം വന്നു, വിളക്കൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ രാവിലെ കാണിച്ചിട്ട് വൈകുന്നേരം മനുവിനെ കൊണ്ട് കാണിപ്പിക്കാറാണ് പതിവ്. അവൻ എന്തായാലും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുളിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ആ കുളി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഇതിൽ കുളി കഴിഞ്ഞ് നിൽക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് വൈകുന്നേരം അവനെ കൊണ്ട് മേലെഴുകിക്കുന്നത്. വൈകുന്നേരം അവനെ കൊണ്ട് വിളക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വിളക്ക് കാണിക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യാനുള്ള പണിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിത് വെണ്ടയ്ക്കൊക്കെ ഒന്ന് എടുത്തിട്ട് വെള്ളം വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അത് പയറിനുള്ളത് അരിഞ്ഞ് വെച്ചു. വെണ്ടയ്ക്കൊക്കെ ഞാനതുപോലെ അതിൻ്റെ തല ഒക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് വരട്ടിയെടുക്കാൻ ഉപ്പേരിയാക്കി എടുക്കുകയാണ് ചെയ്യാനുള്ള പണി കേട്ടോ. അപ്പോൾ അങ്ങനെ അതേ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇനി ഇതൊക്കെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടോ. പിന്നെ ഇന്നത്തെ തന്നെ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ, കുഞ്ഞു വ്ളോഗായിരുന്നേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് കുറേ കൂട്ടുകാർ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. അതുപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷം എന്ന് പറയാൻ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് രാവിലെ 10 മണിക്ക് തന്നെ വരാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണേ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു, ടേക്ക് കെയർ.